നമ്മുടെ ഇന്ത്യയിലെ രണ്ടാമത് പോർച്ചുഗീസുകാർ പണി കഴിപ്പിച്ച ഒരു ദേവാലയം. നമ്മൾ വന്നിരിക്കുന്നത് സാന്റാക്രൂസ് ബസിലിക്ക എന്നറിയപ്പെടുന്ന ഇന്ത്യയിലെ രണ്ടാമത് പണി കഴിപ്പിച്ച പള്ളിയിലാണ്. നമ്മുടെ ഫോട്ടോ വെച്ചിട്ട് തൊട്ടടുത്താണ് നമ്മുടെ ഈ സാന്റാക്രൂസ് ബസിലിക്ക സ്ഥിതി ചെയ്യുന്നത്. കേരളത്തിലെ ഈ പൈതൃക ഭവനം ഇന്ത്യയിലെ ഏറ്റവും മികച്ച ആകർഷകവുമായ പള്ളിയിൽ ഒന്നാണ്. നമ്മുടെ സാന്റാക്രൂസ് ബസിലിക്കയുടെ ചരിത്രം ആരംഭിക്കുന്നത് 1500-ലെ പോർച്ചുഗീസുകാരുടെ വരവോടെയാണ്. നമ്മുടെ ഈ പള്ളിയിലെ ചിത്രങ്ങൾക്കും ശില്പങ്ങൾക്കും എല്ലാ ചരിത്രപരമായ വളരെയധികം പ്രാധാന്യം അർഹിക്കുന്ന ഒന്നാണ്. നമ്മുടെ ബസിലിക്കയുടെ ഇന്റീരിയറിൽ മധ്യകാലഘട്ടത്തിലെ പുരാതന വാസ്തുവിദ്യകളാണ് ഉപയോഗിച്ചിരിക്കുന്നത്. സങ്കീർണമായ മതിൽ കൊത്തുപണികളും മുഖ്യ ആകർഷണമാണ് നമ്മുടെ ഈ പള്ളിയുടെ. ലിയർനാർഡോ ഡാവിഞ്ചിയുടെ ലാസ്റ്റ് സപ്പർ എന്ന് പറഞ്ഞ പെയിന്റിംഗ്സ് ഒക്കെ വളരെയധികം അതിശയിപ്പിക്കുന്ന ഒന്നാണ്. ഇറ്റാലിയൻ ചിത്രകാരനായ ആന്റോണിയോ മോശാനി ആയിരുന്നു മേൽനോട്ടം വഹിച്ചുകൊണ്ടിരുന്നത്. നിർഭാഗ്യവശാൽ പണിത പള്ളിയുടെ സമർപ്പണത്തിന് 4 ദിവസം മുന്നെയാണ് ആന്റോണിയോ ഇവിടെ അന്തരിച്ചത്. ഇന്ത്യയിലെ പ്രധാനപ്പെട്ട 8 ബസിലിക്കകളിൽ ഒന്നാണ് സാന്റാക്രൂസ് പള്ളി. 1795-ൽ ബ്രിട്ടീഷുകാർ ഈ കോട്ട ആക്രമിച്ചപ്പോൾ സാന്റാക്രൂസ് പള്ളിയും തകർന്നു. തകർക്കപ്പെട്ട പള്ളിയുടെ അലങ്കാര തൂണിലൊന്നാണ് ഇപ്പോഴത്തെ പള്ളിയുടെ തെക്ക് കിഴക്ക് മൂലയിൽ സ്മാരകമായി സൂക്ഷിച്ചിരിക്കുന്നത്. ഇനി ഫോട്ടോസിൽ വരുന്നവര് കണ്ടിട്ടില്ലെങ്കിൽ തീർച്ചയായും കാണേണ്ട ഒരു പള്ളിയാണ് നമ്മുടെ ഈ സാന്റാക്രൂസ് ബസിലിക്ക.